Hi everyone, welcome to K&N Talks. ഹാപ്പിനെസ്സും മെറ്റീരിയലിസവും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായും അല്ലേ? എല്ലാ മെറ്റീരിയൽസും നമ്മൾക്ക് ഹാപ്പിനെസ് തരുമെങ്കിലും ആ ഹാപ്പിനെസ് സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ നിൽക്കണം എന്നില്ല. മെറ്റീരിയൽസ് ലഭിക്കുന്നത് മൂലമുള്ള ഹാപ്പിനെസ് നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അതൊരു ഇറ്റേണൽ ഹാപ്പിനെസ് ആയിരിക്കില്ല എന്നുള്ളതാണ് ചുരുക്കം. ചില ആളുകളൊക്കെ വിചാരിക്കാറുണ്ട് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പരിഹാരമായിന്ന്. പക്ഷേ സമ്പത്ത് തന്നെ പല പ്രശ്നങ്ങളോട് കൂടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഒരു ഉദാഹരണത്തിന്, സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരിക്കും. കൂടെ ചേർന്ന് നിന്നിരുന്ന ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥയും അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ വെൽത്ത് പല പ്രശ്നങ്ങളും കൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ഇനി വെൽത്ത് നമ്മൾ നേരായ വഴിയിലൂടെയാണ് സമ്പാദിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നതൊക്കെ കുറച്ച് സ്ഥിരതയുള്ള ഒരു ആനന്ദമായിരിക്കും. എപ്രകാരമാണോ നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വീട്ടിൽ നമ്മൾ വളരെ സുരക്ഷിതമായി താമസിക്കുന്നത്, അങ്ങനത്തെ ഒരു ഫീല് നമുക്കുണ്ടാവും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടുന്ന ഒരു സമ്പത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു സംതൃപ്തി നമുക്കുണ്ടാവും. പക്ഷേ ഒരു ഗാംബ്ലിംഗ് വഴിയോ ചില കുറുക്ക് വഴികളിലൂടെയൊക്കെ വളരെ പെട്ടെന്ന് വെൽത്തി ആകുന്ന ആളുകളുണ്ടാവും. പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു മൂവിങ് ക്ലൗഡിൻ്റെ അടിയിൽ നിന്നാലുള്ളൊരു ഷെൽട്ടർ. അതെങ്ങനെയിരിക്കും? വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളൊരു ആനന്ദമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും സമ്പത്ത് നേടുമ്പോൾ അത് നേരായ വഴിയിലൂടെ, നേരായ പാത്തിലൂടെ തന്നെ സമ്പാദിക്കാൻ ശ്രമിക്കുക. ഇനി ഈ സമ്പത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്രേവിങ്, അങ്ങനെ ഒരു ഗ്രീഡിനെസ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഉണ്ടാവുന്ന സമ്പത്തും നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനോഭാവവും നമുക്കുണ്ടാവണം. ബ്ലെസ്ഡ് ആർ ദേ ഹു ഏൺ ദെയർ ലിവിങ് വിത്തൗട്ട് ഹാർമിങ് അതേഴ്സ്. ഇത് ബുദ്ധ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ഉപദ്രവിക്കാതെ നമ്മൾ വെൽത്ത് ഗെയിൻ ചെയ്യുവാണെങ്കിൽ അവർ ബ്ലെസ്ഡ് ആണെന്നാണ് പറയുക. പക്ഷേ അതുപോലെ തന്നെ ആ വെൽത്ത് ഉപയോഗിച്ച് ബാക്കി നീഡി ആയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യവും കൂടി, ഒരു ഡ്യൂട്ടി കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട്. നല്ല രീതിയിൽ വെൽത്ത് മാനേജ് ചെയ്യുന്ന ആളുകളോട് ഒരു ബഹുമാനമൊക്കെ സമൂഹത്തിന് തോന്നും. ഒരു ഗാംബ്ലിംഗ് വഴിയോ ഒക്കെ ഒരു വെൽത്ത് ഏൺ ചെയ്യുന്ന ഒരാളോട് ആളുകൾക്കൊരു ശത്രുതാ മനോഭാവമായിരിക്കും. അത് മനഃപൂർവ്വം തോന്നുന്നതല്ല. ആ പെട്ടെന്ന് സമ്പന്നരായ വ്യക്തികളിൽ അവരുടെ മനോഭാവങ്ങളിലും വ്യത്യാസമുണ്ടാവും. ചിലപ്പോൾ അറഗൻ്റ് ആവാം. അവർ ആ ഒരു ഹെഡ് വെയ്റ്റ് ഒക്കെ കാണിക്കുമ്പോൾ ആളുകൾക്കും തിരിച്ച് അവരോടൊരു ശത്രുതാ മനോഭാവമൊക്കെ തോന്നും. നമ്മളുടെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മൾ ഏൺ ചെയ്യുന്ന വെൽത്ത് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് മേ ഇംപ്രൂവ് അവർ ഹൗസ്. നമ്മൾ എത്ര വില കൂടിയ വസ്ത്രം ഇട്ടാലും അത് നമ്മുടെ ബോഡീന് മാത്രമാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡെക്കറേറ്റിംഗ് അവർ മൈൻഡ്. അപ്പം നമ്മുടെ മനസ്സിന് ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗെയിൻ ചെയ്ത വെൽത്ത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടണം. Our happiness cannot be long-lived and meaningful if our wealth leaves sorrow and suffering in its wake. Use your wealth wisely to reduce the sufferings of the poor, the sick, and the aged. See you next time. Bye.